സാന്റോസ് വേഴ്സസ് ഇന്റർനാഷണൽ മത്സരം സാന്റോസ് പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷെ നെയ്മർ ജൂനിയർ ഒരു ഗോളൊക്കെ നേടി, എങ്കിലും ഇനിയും പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മൾ മത്സരം കണ്ടതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു മത്സരത്തെ പറ്റിയിട്ട് ക്വാറന്റൈൻസുമായിട്ടുള്ള മത്സരം ഞാൻ പറഞ്ഞായിരുന്നു, എന്ത് കളിയാണ് അവിടെ, കൊണ്ടം കളി, മുട്ടനടി, ഫൗള് പരിപാടി. നെയ്മർക്ക് അനുയോജ്യമായ ഒരു ലീഗേ അല്ല, കറണ്ട് നെയ്മർക്ക് ഒരു രീതിയിലും അനുയോജ്യമായ ഒരു ലീഗേ അല്ല സീരിയെ, ബ്രസീലിയൻ സീരിയ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ കഴിഞ്ഞ കളിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഫ്ലോറന്റൈൻസുമായിട്ടുള്ള മത്സരത്തിന്റെ അത്ര കണ്ട് ഫൗളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേം കൂടി രസം ഉണ്ടായിരുന്നു കളി കാണാൻ. പക്ഷെ നെയ്മറെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഫുട്ബോൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ എല്ലാ ബ്രസീലിയൻ ആരാധകരും അല്ലെങ്കിൽ നെയ്മർ ആരാധകരും ഒക്കെ കാത്തിരിക്കുന്നത് നെയ്മർ എന്ന് ബ്രസീൽ ടീമിലേക്ക് വരും എന്നുള്ളതിനേക്കാൾ കൂടുതൽ എല്ലാവരും കളി സാന്റോസിന്റെ ഓരോ മത്സരവും ഇങ്ങനെ നെഞ്ചെടുപ്പോടു കൂടിയാണ് കാണുന്നത്. കാരണം ദൈവമേ എങ്ങേർക്ക് പരിക്കൊന്നും പറ്റല്ലേ, ഇങ്ങനെ ആരും ഒന്നും ചെയ്യല്ലേ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് എല്ലാവരും കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനായാലും ഞാൻ ഇങ്ങനെ കളി കാണുമ്പോൾ ഓരോ തവണ നെയ്മറുടെ കാലം ബോൾ ചെല്ലുമ്പോഴും വേഗം അങ്ങ് കൊടുക്കാറെങ്കിലും കയ്യിൽ വെറുതെ പണി വാങ്ങല്ലേ എന്നുള്ള സാധനം. പക്ഷെ ഈ ഒരു മെന്റാലിറ്റി നെയ്മർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ പഴയ പോലെ അല്ലായിരുന്നു. അതായത് നമുക്കറിയാം നെയ്മർ അപ്പോഴും കാലിൽ പന്ത് കുറെ ഹോൾഡൊക്കെ ചെയ്ത് ഒരു പണി വാങ്ങിക്കാൻ പാകത്തിന് ഒക്കെ ഇങ്ങനെ നിൽക്കാറുണ്ട്. 2-3 തവണ അങ്ങനെ നിന്നെങ്കിലും പുള്ളി മാക്സിമം ഫൗള് കിട്ടാതെ നോക്കുന്നുണ്ടായിരുന്നു. ഫൗള് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നെയ്മർക്ക് അറിയില്ല ഫൗള് കിട്ടാതെ എങ്ങനെ കളിക്കണം എന്നുള്ളത് നെയ്മർക്ക് അറിയില്ല എന്ന് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട് സത്യമാണെന്ന്. പക്ഷെ ഇന്നലെ മത്സരം കാണാനായിരുന്നു ആള് ഫൗള് കിട്ടാതെ എങ്ങനെ മുമ്പോട്ട് പോകും. കാരണം സാധാരണ നെയ്മറിൽ നിന്ന് വരാറുള്ള ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഇന്നലെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ടച്ചുകൾ പോലും വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം നെയ്മർ ജൂനിയർ കളിക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്കറിയാം നെയ്മർ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും, കളം നിറഞ്ഞു കളിക്കും. അപ്പോൾ ആരെങ്കിലും ബോൾ വെച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ നെയ്മർ മുന്നിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ബോൾ മേടിച്ച് ആ ബോളിന് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കും, പുതിയൊരു ബിൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നെയ്മറുടെ കാലുകളിൽ നിന്ന് നിരന്തരം ഇങ്ങനെ ത്രൂ ബോളുകൾ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും നെയ്മർ വന്ന് എപ്പോഴും ബോൾ വാങ്ങിച്ച് ബോൾ കൊടുത്ത് കളിക്കുന്ന ആ ഒരു പ്രവണത നെയ്മറുടെ അടുത്ത് ഉള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ട് ആ സാധനം ഇല്ല എന്നുള്ളത് സത്യമാണ്. കാരണം നെയ്മർ കൂടുതൽ കളിയിലേക്ക് ഇൻവോൾവ് ആകുന്നില്ല. അതായത് ഒപ്പോണൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നെയ്മർ കൂട്ടാക്കുന്നില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നെയ്മർ പരിക്കില്ലാതെ വേൾഡ് കപ്പ് വരെ തുടരണം എന്നുള്ള ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം നെയ്മർ അധികം കോംപ്ലിക്കേഷൻ പരിപാടിയിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു കൂട്ടപ്പൊരിച്ചിലിന്റെ ഇടയിലോട്ടോ ഒന്നും നെയ്മർ പോകുന്നില്ല. നെയ്മർ അധികം അങ്ങ് ഇൻവോൾവ് ആകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രൈക്കർ ബോക്സിന്റെ ഉള്ളിൽ ഇങ്ങനെ പരതി നടക്കുന്നത് പോലെ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് നെയ്മർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ ബ്രസീലിന്റെ കുപ്പായത്തിലേക്ക് വരുമ്പോൾ നെയ്മർ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. കാരണം ആള് ഉദ്ദേശിക്കുന്നത് തന്നെ ആ കുപ്പായത്തിലേക്ക് തിരിച്ചു കയറുക എന്നുള്ളതാണ്. അപ്പോ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നെയ്മറുടെ പ്ലേയിങ് സ്റ്റൈലും മാറും, പഴയ ആ ഒരു നെയ്മറിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. പിന്നെ നെയ്മറുടെ കാലിൽ നിന്ന് കളി എന്തായാലും ഒന്നും പോയിട്ടില്ല, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആളുടെ ഓരോ ടച്ചും പാസസും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഒരു ബ്രില്യന്റ് പെനാൽറ്റി, അപ്പൊ അതായത് നെയ്മറുടെ പെനാൽറ്റി സ്കിൽ എങ്ങും പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുണ്ടായിരുന്ന ഒരു പെനാൽറ്റി ആയിരുന്നു. പക്ഷെ ആ പെനാൽറ്റി എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് സേവ് എടുക്കും. കാരണം കിക്ക് എടുക്കുന്നതിന്റെ ജസ്റ്റ് സെക്കൻഡുകൾ, കാല് ബോളിനോട് അടുത്ത് ചെല്ലുന്നത് വരെയും ഗോൾ കീപ്പർ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ആൾക്കറിയാം നെയ്മർ ട്രിക്കി കിക്കായിരിക്കും എടുക്കുക, അപ്പോ മൂവ്മെന്റ് കൊടുക്കരുത്. അതായത് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നെയ്മർ കിക്ക് എടുക്കുന്ന സമയത്ത് ബോളെ നോക്കാറില്ല, കീപ്പറിന്റെ കാലുകളിലേക്കാണ് നോക്കുന്നത്. കീപ്പറിന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നെയ്മർ കിക്ക്, ലാസ്റ്റ് സെക്കൻഡിലാണ് നെയ്മർ ആ കിക്ക് എടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സെയിം അതേപോലെ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു മൂവ്മെന്റ് കൊടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചാടി നിന്ന്, പക്ഷെ ആ സെക്കൻഡിൽ കിക്ക് എടുത്ത് കഴിഞ്ഞിട്ടാണോ ഇനി കാല് തിരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. ആ സ്പോട്ടില് കീപ്പറുടെ മൂവ്മെന്റ് പോകുന്നു, നെയ്മർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിക്ക് എടുക്കുന്നത് ഗോളാവുന്നു. സോ കൂളായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ബ്രില്യന്റ് കിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അടിച്ച് വല കീറാനുള്ള പരിപാടിയോ പോസ്റ്റ് അടിച്ച് തറയിലിടാനുള്ള പരിപാടിയോ ഗോളിയെ കൊല്ലാനുള്ള പരിപാടിയോ ഒന്നും അവിടെ കാണിക്കുന്നില്ല. സിമ്പിൾ ഇതിങ്ങനെ ചെറിയ നമ്മൾ ക്യാരംസ് ബോർഡിലൊക്കെ സ്ട്രൈക്കർ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ തട്ടത്തില്ലേ എന്ന് പറയുന്ന പോലത്തെ പെനാൽറ്റി കിക്ക് ആയിരുന്നു. ഭയങ്കര ബ്രില്യന്റ് സാധനം. അപ്പോ നെയ്മറെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ മത്സരത്തിൽ പറയാനുള്ളത് അതാണ്. പിന്നെ സാന്റോസിനെ പറ്റിയിട്ട് പറയണോ? സാന്റോസിനെ പറ്റിയിട്ട് അധികം പറയാനൊന്നുമില്ല. സാന്റോസ് ഇങ്ങനെ കളിച്ചങ്ങ് പോകുന്നു. സാന്റോസ് ഒരു ലെജൻഡറി ക്ലബ്ബാണ്, അതാണ് ഇതാണ്. പക്ഷെ അവര് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഒന്നും സീരിയയിൽ ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെക്കാൾ മികച്ച രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരുപാട് ടീമുകൾ കളിക്കുന്നുണ്ട്. സാന്റോസ് എപ്പോഴും ഒരു 10 താഴെയൊക്കെ വന്ന് ഇങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നെയ്മർ അവിടെ കളിക്കുന്നു എന്നുള്ളൊരു പച്ച മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ തന്നെ ടേബിളിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ടീമാണ് ഇന്നലെ സാന്റോസിനെ തോൽപ്പിച്ചത്. അതൊക്കെ ഓരോരോ മിസ്റ്റേക്ക് കാര്യം, അതും ഇഞ്ചുറി ടൈമിലാണ് ആ ഗോൾ വാങ്ങുന്നത്. അങ്ങനെ കുറെ സാന്റോസിന്റെ മത്സരമൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ കോമഡിയും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നെയ്മറെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നെയ്മറുടെ കളി, നെയ്മർക്ക് പരിക്ക് പറ്റുന്നുണ്ടോ, നെയ്മർ തിരിച്ചു വരുമോ? അപ്പം എന്തായാലും നെയ്മർ ഉദ്ദേശിക്കുന്നത് തിരിച്ച് ടീമിലേക്ക് എത്താൻ തന്നെയാണ്, വേൾഡ് കപ്പ് കളിക്കാൻ തന്നെയാണ്, വേൾഡ് കപ്പ് തൂക്കാൻ തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നെയ്മർ ഇങ്ങനെ
എന്താ ഒന്ന് മാറി നിന്ന് കളിക്കുന്നതെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ നെയ്മറുടെ കംബാക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സോ എന്തായാലും അത് ഉണ്ടാവട്ടെ. താങ്ക് യു.